അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനായിരുന്നു. നല്ല സ്വഭാവക്കാരനും നല്ല ഇബാദത്തുള്ളവനും നല്ല അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെയായിരിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അദ്ദേഹത്തിനെ സ്വപ്നത്തിൽ കാണിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി, സന്തോഷം തോന്നി. അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങനെയാണ്? ആഖിറം ജീവിതം എങ്ങനെയാണ്? ഖബറ് ജീവിതം എങ്ങനെയാണ്? രക്ഷപ്പെട്ടോ? നിങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ ശ്രദ്ധേയമായ ഒരു മറുപടിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ മരണപ്പെട്ടപ്പോൾ, ഞാൻ ഖബറിൽ നിങ്ങളൊക്കെയും എൻ്റെ ദഫൻ ചെയ്തപ്പോൾ അവിടെ എന്നെ ഭയപ്പെടുത്തുന്ന വലിയൊരു മൃഗം ശല്യപ്പെടുത്താനും അള്ളാഹു അദാബാകി എനിക്ക് ഇറക്കിയിരുന്നു. അത് കണ്ടപ്പോഴേക്ക് ഞാൻ വല്ലാത്ത ഭയപ്പെട്ടു. പക്ഷേ ആ സമയത്ത് തന്നെ ഒരാൾ വന്നുകൊണ്ട് ആ മൃഗത്തിനെ ആട്ടി ഓടിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങളാരാണ്? ഈ മൃഗത്തിനെ ആട്ടി ഓടിച്ചതും എന്നെ രക്ഷപ്പെടുത്തിയതും ഈ ഖബറിൻ്റെ വലിയ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങളാരാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, അന സവാബു ഖിറാഅതുക സൂറത്തുൽ കഹ്ഫി യൗമുൽ ജുമുഅ. വളരെ ശ്രദ്ധയോട് കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഓ കൂട്ടുകാരാ, ഞാൻ നിന്റെ പ്രതിഫലമാണ്. നീ എന്നും ജുമാ ദിവസത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാ ജുമാ ദിവസത്തിൽ അൽ കഹ്ഫ് ഓതിയിരുന്നല്ലോ. അത് ആ പ്രതിഫലമാണ് ഞാൻ ആ പ്രതിഫലത്തിനെയാണ് നിനക്ക് വേണ്ടി അള്ളാഹു ഇങ്ങനൊരു രൂപമായി ഈ ഖബറിൽ കൊണ്ടുവന്നത്. നിനക്ക് നേരം പോക്കാക്കാൻ വേണ്ടി, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയിട്ടുള്ളതാണ്. നിന്റെ ജുമാ ദിവസത്തിൻ്റെ അൽ കഹ്ഫ് സൂറത്താണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നാം ലാഘവത്തോടുകൂടെ നിസ്സാരതയോടുകൂടെ നാം ചെയ്യുന്ന ഒരു ഇബാദത്താണ് അതേ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതുക എന്നുള്ളത്. അതിൻ്റെ മഹത്വം ചെറുതല്ല. ചെറുതായി ഒരിക്കലും നാം കാണരുത്. എപ്പോഴോ കിട്ടുമ്പോഴേക്ക്, എപ്പോഴോ തോന്നുമ്പോഴേക്ക് ഒരു അൽ കഹ്ഫ് ഓതുക എന്നാകാതെ ഒരിക്കലും പോലും എൻ്റെ ജുമാ ദിവസത്തിൽ അൽ കഹ്ഫ് സൂറത്ത് നഷ്ടപ്പെട്ടു പോകരുത്. അതൊരിക്കലും ഇല്ലാതെ പോകരുത്. അത് വളരെ ശ്രദ്ധയോടുകൂടെ ആ വെള്ളിയാഴ്ച ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ബിസിയുള്ള ആളാണെങ്കിലും ഞാൻ ഒരിക്കലും അൽ കഹ്ഫ് സൂറത്ത് നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ബന്ധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള കൂലി, ഇങ്ങനെയുള്ള സവാബ് നമുക്ക് കിട്ടും. അതല്ലേ ഇസ്ലാം നമ്മളോട് എന്തെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ അതിൻ്റെ വഴികളൊക്കെയും ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നതാണ് വിഷയം. അതൊക്കെയും പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എല്ലാ സമയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നമുക്ക് വിജയം നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. വളരെ പ്രധാനമാണ് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതുക എന്നുള്ളത്. അങ്ങനെ ഓതിയാൽ അത്തരക്കാർക്കുള്ള പ്രതിഫലമാണ് ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനക്ക് കിട്ടിയ ആ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ അത് കാണുകയും അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഒരൊക്കെയും വെറുതെ പറയുകയല്ലല്ലോ, എന്തോ തോന്നിയത് പറയുകയല്ലല്ലോ. അവർക്കൊക്കെയും അള്ളാഹു യഥാർത്ഥം കാണിച്ചു കൊടുക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സംഭവം. അദ്ദുറുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവ എല്ലാ ഇമാമികളൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഗൗരവത്തോടു കൂടെ കാണുക. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അൽ കഹ്ഫ് സൂറത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ള ആ നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.